ഈ മീനൊന്ന് കുക്കായി വരട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ് കേട്ടോ. നമ്മുടെ മീൻ കറിയോട് താല്പര്യം കുറവാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും വെജിറ്റബിൾ കറികളാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. അപ്പോൾ മീൻ കറി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ കറി റെസിപ്പി ചെയ്യുമ്പോൾ വ്യൂ കുറവാണ്. പിന്നീട് നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അന്ന് തന്നെ വ്യൂ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീൻ കറി താല്പര്യമില്ലെങ്കിൽ പറയണേന്ന്. ഇന്ന് നമ്മൾ നെയ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വയ്ക്കുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. ഇതെല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ കിച്ചൂസിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കിച്ചൂസിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കറിയാണിത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെയ്മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ദശക്കട്ടിയുള്ള ഏത് മീനിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ അയില പോലെയുള്ള മീനുകളിൽ ചെയ്യാൻ പറ്റില്ല. നെയ്മീൻ പോലെ കട്ട് ചെയ്തെടുക്കുന്ന മീൻ, അതുപോലെ ചൂര പോലെയുള്ള മീനുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഏറ്റവും ടേസ്റ്റ് നെയ്മീനിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 പീസ് നെയ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള സവോള മതി. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ്. പിന്നെ വേണ്ടത് 1 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു 2 പീസ് കുടംപുളി വേണം. നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിലും കുടംപുളിയും കൂടി ചേർത്താലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം കേട്ടോ. അത് രണ്ടും ചേർത്താലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അല്ല, എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഈ കറിയിൽ മുളക് പൊടി ചേർക്കില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി. മെയിനായിട്ട് ഈ കറിക്ക് കുരുമുളക് പൊടിയുടെ എരിവും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുമാണ് ഉണ്ടാകുന്നത്. കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. വെള്ളം ചേർക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നനവ് നമ്മുടെ മീനിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ 2 സൈഡിലേക്കും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. വരഞ്ഞൊന്നും കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. പ്രത്യേകം ശ്രദ്ധിക്കണം, നെയ്മീൻ കൈകാര്യം ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നെയ്മീൻ അധികം തിക്കായിട്ടല്ല, നമ്മൾ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ മീനിലേക്ക് മസാല പിടിച്ചു വന്നോളും. ഇതിനി ഇതുപോലെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മുടെ സവോളയും പച്ചമുളകും തക്കാളിയും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട, ലൈറ്റായിട്ട് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഗ്രേവി റെഡിയാക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മീൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതൊന്നും ഒരു സൈഡ് ഷാലോ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കറിയിൽ വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊരു ഹാഫ് കുക്കായതിനു ശേഷം നമ്മൾ മീൻ കറി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കൊന്ന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. കണ്ടോ, ഇത്രയും കുക്കായാൽ മതി. മീൻ വറുത്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ വറുത്തെടുക്കായിരിക്കും കേട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടും. ബാക്കിയുള്ള ഗ്രേവിയൊക്കെ നമ്മൾ റെഡിയാക്കുന്നത് നമ്മുടെ മൺചട്ടിയിലാണ്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സൈഡും കൂടി ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മീനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഈ എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മസാലകൾ റെഡിയാക്കുമ്പോൾ മീനിൻ്റെ ഫ്ലേവർ നമുക്ക് എണ്ണയിൽ ഉണ്ടാവും. അപ്പോൾ ആ മീനിൻ്റെ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ കറിയിലേക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇനി വേറെ ചട്ടി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാനിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കറി റെഡിയാക്കാം. ഞാൻ ചട്ടിയിലാണ് കറി റെഡിയാക്കാൻ പോകുന്നത്. ഈ എണ്ണ ആദ്യം ഒഴിക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞത്. കുറച്ച് മതി. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം.
അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇതുപോലെയാണ് നമ്മൾ ഇഞ്ചി കട്ട് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ സവോള ഇത്രയും ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ, സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ, വല്ലാണ്ടങ്ങ് ബ്രൗൺ ആയി പോകണ്ട, ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു കറിയിൽ ഉള്ളി ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് സവോള തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ചോറിൻ്റെ കൂടെ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവുള്ള കറിയായിരിക്കും ചോറിന് നല്ലത്. അപ്പോൾ സവോള ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഉപ്പ് എണ്ണയിലുണ്ടാവുമെങ്കിലും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനി ഇത് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ഇപ്പോഴും കമൻറ്റ്സ് വരുന്നതാണ്, ഈ ഒരു ബോട്ടിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഈ ഒരു ബോട്ടിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ, ഏതൊക്കെയാണ് ഇതിലുള്ളത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ മാറി വരും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ സവോള കൂടുതൽ ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മധുരം കൂടുതൽ വരും. അതനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കണം. സവോളയുടെ മധുരം അധികമായിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു സവോള എടുത്തത്, അധികം വലിപ്പമില്ലാത്ത സവോള എടുത്തത്. പിന്നെ ഉള്ളി ചേർത്തിട്ട് ഉണ്ടാക്കാട്ടോ. ഉള്ളി ചേർക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പിന്നെ ഉള്ളി ചേർക്കുമ്പോൾ ഒരു 10-20 ഉള്ളിയെങ്കിലും ഇത്രയും മീനിനെ ചേർക്കണം. 20 ഉള്ളിയിൽ കൂടുതൽ ചേർക്കേണ്ടി വരും മീനിനാവുമ്പോൾ, ഈ ഒരു 2 പീസ് മീനിനാവുമ്പോൾ. പൊടികൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി ചെറിയ റൗണ്ട് പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്താലാണ് കറി പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ഈ ഒരു കറിയിൽ ഭംഗി ഈ രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2-3 പീസ് തക്കാളി ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് നമ്മുടെ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കുടംപുളിയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 3 പീസ് കുടംപുളിയും അതിട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉലുവപ്പൊടിയാണ് കേട്ടോ. നമ്മൾ വറവിടാനായിട്ട് ഉലുവ ചേർക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മല്ലിപ്പൊടിയുടെ ഒരു തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് കുറച്ച് കുറുകലുണ്ടാവും. പക്ഷെ ഒരുപാട് കുറുകിയ ഗ്രേവി അല്ല ഇത്, ഒരുപാട് ലൂസായിട്ടുള്ളതല്ല. ഒരുപാട് ലൂസായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 3 പീസ് കുടംപുളിയാണ് ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പുളി ചേർക്കാവുന്നതാണ് കേട്ടോ. ചിലർക്ക് പുളി നല്ല ഇഷ്ടമായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. മീഡിയം പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു 3 പീസ് കുടംപുളി മതി. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഉപ്പ് എരിവൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കറക്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോഴേ ഉപ്പ് എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എരിവൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ മുളക് പൊടിയുടെ എരിവല്ല, പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് നന്നായിട്ടുണ്ടാവും. മുളക് പൊടിയുടെ എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ മാത്രമല്ലേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് മീൻ വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഇപ്പോഴേ ചേർക്കുന്നത്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം നമുക്ക്.
അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി വെക്കണം. ഒരു 4-5 ഉള്ളി ഒന്ന് നന്നാക്കി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വറവിടാൻ ഉള്ളിയൊക്കെ വേണ്ടതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് കട്ടിയായിട്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ലൂസായിക്കോളും, ആ കട്ടിയൊക്കെ ഉടഞ്ഞു വന്നോളും. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഓവറായിട്ട് ഉടഞ്ഞു പോകുന്ന പോലെ വഴറ്റിയെടുക്കരുത് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഇതിൽ കാണാൻ കിട്ടണം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്തു. ഉപ്പ് എരിവും എല്ലാം കറക്റ്റാണ്. നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഈ മീനൊന്ന് കുക്കായി വരട്ടെ. നമ്മളിപ്പോൾ ഹാഫ് കുക്ക് ചെയ്തല്ലേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഹാഫ് മീൻ ഈ ഗ്രേവിയിൽ കിടന്ന് കുക്ക് ചെയ്ത് ഗ്രേവിയൊക്കെ അബ്സോർബ് ചെയ്ത് വരണം. അപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ല കേട്ടോ. ഈ ഗ്രേവിയിൽ കിടന്ന് മീൻ കുക്കായി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഓവറായിട്ട് ഉടഞ്ഞു പോവാതെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണ് തക്കാളി ഉള്ളത്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറുകി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൽ നിർത്തുന്നത്. നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/4 കപ്പ് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചട്ടി മാറ്റി വയ്ക്കാം. അടുത്ത പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ 1/4 പാല് ചേർത്തിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞു പോട്ടെ. അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നത്, 1/4 പാല് ചേർത്ത് ഉടനെ തന്നെ. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയൊന്നും അല്ല. ഞാനിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു കറിയിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കൂടുതൽ ഈ കറിക്കുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്താലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് ചേർക്കേണ്ട, ഉലുവയാണ് ചേർക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ഒന്ന് ചൂടായി വരട്ടെ. ഉലുവ വല്ലാതെ അങ്ങ് ബ്ലാക്ക് കളറായി പോകരുത്. അതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഉലുവ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. 4-5 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ 4-5 എണ്ണം മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ 6-7 എണ്ണം എടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. നിങ്ങൾക്ക് കടുക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ കടുക് ചേർക്കാറില്ല മീൻ കറിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഉലുവ മാത്രം ഇതുപോലെ ചേർക്കുന്നത്. എല്ലാ മീൻ കറിയിലും നമ്മൾ ഇതുപോലെ വറവ് ചേർക്കാറില്ല. ചില മീൻ കറികളിൽ ഇതുപോലെ വറവ് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പം ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ചൂടായിക്കൊണ്ടിരിക്കും കേട്ടോ. ചട്ടിയിലായതുകൊണ്ട്, മൺചട്ടിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്ക് ചൂടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ കുറുകുന്നത് അത്രയും കുറുകി വരില്ല, ചട്ടിയിലിരിക്കുന്ന അത്രയും കുറുകി വരില്ല നോൺ സ്റ്റിക്ക് പാനിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മുടെ ഉള്ളി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ എന്താ കറിയിലേക്ക് വറവ് ചേർക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്തിടാം. ഈ വറവിൻ്റെ സ്മെല്ലും ടേസ്റ്റും എല്ലാം നമ്മുടെ കറിയിലേക്കൊന്ന് പിടിച്ചു വരണത് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ കറി ഉടനെ ഉപയോഗിക്കരുത് കേട്ടോ. ഒന്ന് ചൂട് മാറി വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ റെഡിയാക്കിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ റെഡിയാക്കി ഉടനെ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഫ്ലേവർ എല്ലാം പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇതാ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനപ്പോൾ ഒരു 3 തക്കാളിയുടെ പീസ് എടുത്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാനെടുക്കാം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ തക്കാളിയും കൂടെ കഴിക്കാനെടുക്കാം. നമുക്കിപ്പോൾ ഗസ്റ്റിന് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിലും ഈ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
ഈ ഒരു കറി എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം കേട്ടോ. പുറമെ വയ്ക്കരുത്. പുറമെ വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോവും. രാവിലെ നമ്മൾ കറി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി കഴിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഏത് ക്ലൈമറ്റിലാണെങ്കിലും പുറത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ മോശമായി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.